Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിക്കുകയാണ്. വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. CITU അടക്കം 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ അറിയിക്കുന്നത്. പണിമുടക്കിന് ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് 10 കേന്ദ്ര തൊഴിലാളി സംഘടനകൾ, ദേശീയ തൊഴിലാളി ഫെഡറേഷൻ എന്നിവ ചേർന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തൊഴിലുകൾ നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്നാണ് സമരസമിതി നേതാക്കൾ അറിയിക്കുന്നത്. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിന് പുറമെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തിയിട്ടുണ്ട്. മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,90,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്ത് 1.5 വർഷം കഴിഞ്ഞിട്ടും ക്ലാസുകൾ ആരംഭിച്ചിട്ടില്ല. കുട്ടികൾ നിലവിൽ പഠിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ്. തീരദേശ മേഖലയിലെ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് മാട്ടൂൽ CHMKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിലവിൽ ഹൈസ്കൂൾ വിഭാഗവും ഓഫീസും പ്രവർത്തിക്കുന്നത് ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ചുമരുകൾ വിണ്ടുകീറിയ കെട്ടിടത്തിൽ ഇരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 നില കെട്ടിടം ഒരുക്കിയത്. 20 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിൽ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ സർക്കാരിന്റെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും കെട്ടിടത്തിന് അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത്. 3 നില കെട്ടിടത്തിൽ ലിഫ്റ്റ് ഇല്ലാത്തതിനാലാണ് അനുമതി ലഭിക്കാത്തത്. കെട്ടിടത്തിനായി ഫണ്ട് അനുവദിച്ചപ്പോൾ ലിഫ്റ്റിനായി തുക അനുവദിച്ചിരുന്നില്ല. പുതുതായി ലിഫ്റ്റ് ഇനി നിർമ്മിക്കണമെങ്കിൽ 30 ലക്ഷത്തോളം രൂപ ചിലവ് വരും. കൂടാതെ ഒരു ലിഫ്റ്റ് ടെക്നീഷ്യനെ നിയമിക്കുകയും വേണം. ഇതിനായി ബന്ധപ്പെട്ട അധികൃതർക്കോ PTA-ക്കോ ഭാരിച്ച തുക കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. അഭിമാനകരമായ ഒരു ബിൽഡിംഗ് തന്നെയാണ് നമ്മുടെ മാട്ടൂൽ CH മുഹമ്മദ് ഹൈസ്കൂളിന് കിട്ടിയിട്ടുള്ളത്. അതിലേറെ നാട്ടുകാരൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ അതൊക്കെ ഒരു നോക്കുകുത്തി എന്ന രീതിയിൽ ഇപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം 1.5 വർഷത്തോളമായി കുട്ടികൾ ഏറെ പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കി കാണുന്നത്. കുട്ടികളും അതോടൊപ്പം അവരെ വളർത്തുന്ന രക്ഷിതാക്കളും ടീച്ചേഴ്സുമെല്ലാം ഈ സ്കൂളിൽ നോക്കി കാണുന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. പക്ഷേ അതൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് എല്ലാം ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ ഒരു കാറ്റിപ്പറക്കുന്ന രീതിയിലേക്ക് നിയമവ്യവസ്ഥയുടെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ആ സ്കൂൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത്. മുഖ്യമന്ത്രി ശിവൻകുട്ടി സാറിനോട് നമ്മൾ CHMKS സ്കൂളിലത്തെ വിദ്യാർത്ഥികളുടെ അപേക്ഷയാണ് എത്രയും പെട്ടെന്ന് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ക്ലാസ്സുകളെല്ലാം മാറാൻ. പിന്നെ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടത്തിലാണ് പഠിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിർത്തേക്ക് മാറ്റി തന്നാൽ. മഴക്കാലത്തെല്ലാം വെള്ളം നല്ലോണം ചോരുന്നുണ്ട്. 23-ലാണ് ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടക്കുന്നത്. അത് കഴിഞ്ഞ് 1.5 വർഷത്തിനുള്ള ബിൽഡിംഗ് പൂർത്തിയായി. 2024 ഒക്ടോബർ 5-ന് മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. ഇതുവരെ ഉദ്ഘാടനം ചെയ്തല്ലാണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ക്ലാസ് തുടങ്ങാനോ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒക്യുപ്പൻസിയും മറ്റ് നമ്പറും ചെയ്തു തരണമെന്ന് ഈ അവസരത്തിൽ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി അഘോരാർത്ഥം
ഏറ്റവും കൂടുതൽ ഇതിന് കഷ്ടപ്പെട്ട നമ്മളെ MLA ആണ്. MLA കുട്ടികൾക്ക് വേണ്ട എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ പറയുന്ന ഒരു ലിഫ്റ്റിൻ്റെ കാര്യം ഇവർ പറയുന്നത് ഇതുവരെയായിട്ട് ലിഫ്റ്റ് വെക്കാത്ത നമ്മൾ ഈ പ്ലാനോ കാര്യം ആരും കണ്ടതല്ല. വരുന്ന അധ്യയന വർഷത്തിലെങ്കിലും പുതിയ കെട്ടിടത്തിൽ പഠനം നടത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളുള്ളത്. അതിനായി അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹാർദ്ദ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൊറ്റി ആസ്പെയറിൽ നടന്ന മത്സരം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹാർദ്ദ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൊറ്റി ആസ്പെയറിൽ നടന്ന മത്സരം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലും കേരളത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ മേഖലയിൽ വലിയ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കേബിൾ TV മേഖലയിലും ആകെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലാകെ കോർപ്പറേറ്റുകൾ വലിയ നിലയിലേക്ക് കടന്നു വന്നപ്പോൾ അതിന് ഫലപ്രദമായ ഒരു പുരോഗം തീർത്തവരാണ് COA എന്ന് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോർപ്പറേറ്റുകൾ എല്ലാ സൗകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനാകെ കീഴ്പ്പെടുത്തിയപ്പോൾ അതിന് വഴങ്ങാതെ വലിയ കൂട്ടായ്മയിലൂടെ എങ്ങനെ ഇതിനെ ചെറുക്കാം എന്ന് കാട്ടിത്തന്നൊരു പ്രസ്ഥാനം കൂടിയാണ് COA എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം അതിൻ്റെ ഒരു ജനകീയ ബന്ധമാണ്, അതിൻ്റെ ഒരു ജനകീയ ഉള്ളടക്കമാണ്. അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചാനലുകളും വലിയ നിലയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ളതും കൂടിയാണ്. COA സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ജയകൃഷ്ണൻ B, COA ജില്ലാ ട്രഷറർ AV ശശികുമാർ എന്നിവർ ജേഴ്സി കൈമാറി. ആദ്യ മത്സരത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് പയ്യന്നൂർ മേഖലാ ടീമും കണ്ണൂർ റൂറൽ പോലീസ് പയ്യന്നൂർ ടീമും തമ്മിൽ ഏറ്റുമുട്ടി. രണ്ടാമത്തെ മത്സരത്തിൽ പ്രസ് ഫോറം പയ്യന്നൂരും പയ്യന്നൂർ ചേംബർ യൂത്ത് വിങ്ങും തമ്മിൽ ഏറ്റുമുട്ടി. കണ്ണൂർ റൂറൽ പോലീസ് പയ്യന്നൂർ ടീമും പ്രസ് ഫോറം പയ്യന്നൂരും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ പ്രസ് ഫോറം ടീം ജേതാക്കളായി. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ വിജയികൾക്ക് ട്രോഫി കൈമാറി. മികച്ച കളിക്കാരൻ, മികച്ച ഗോൾ കീപ്പർ എന്നിവർക്കും ട്രോഫികൾ നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ മേഖലാ ഭാരവാഹികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സർക്കാർ സംഭരണം വൈകിയതോടെ കശുവണ്ടി കർഷകർ പ്രതിസന്ധിയിലായി. 1 കിലോ കശുവണ്ടിക്ക് കുറഞ്ഞത് 250 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കശുവണ്ടി സീസൺ പാരമ്യത്തിലെത്തിയിട്ടും സർക്കാർ തലത്തിൽ സംഭരണ നടപടികൾ ആരംഭിക്കാത്തത് മലയോരത്തെ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. 1 കിലോ കശുവണ്ടിക്ക് കുറഞ്ഞത് 250 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ നിലവിൽ 150 രൂപയ്ക്ക് താഴെ മാത്രമാണ് വിപണി വില. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 160 രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ വിലയിടിവ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ കശുമാവുകൾ വ്യാപകമായി പൂത്തത് കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ വിളവെടുപ്പ് സജീവമായതോടെ വില കുറയുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. ഉൽപാദന ചിലവ് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിലെ വില ഒന്നിനും തികയില്ലെന്നാണ് കർഷകർ പരാതി പറയുന്നത്. കശുവണ്ടി ശേഖരിക്കുന്ന തൊഴിലാളികൾക്ക് 600 രൂപയിലധികം കൂലി നൽകണം. ഇത് നൽകിക്കഴിഞ്ഞാൽ കർഷകന് തുച്ഛമായ തുക മാത്രമേ മിച്ചം ലഭിക്കുന്നുള്ളൂ. ഞാൻ ഏകദേശം 5 ഏക്കറിന് മേലെ കശുമാവ് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. എല്ലാ വർഷവും ഇതിൻ്റെ സമയമാകുമ്പോഴേക്ക് ബലം നന്നായി ഇടിവും, അതുപോലെ പൂവും തന്നെ ശരിക്കും പൂക്കാതിരിക്കുകയും കാർഷിക മേഖല ഈ കശുമാവ് കൃഷി തന്നെ വളരെ മോശമായ രീതിയിലാണ് ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ. അതിനാണെങ്കിൽ വിലയില്ല. പല പ്രാവശ്യം ഇപ്പോഴും 150 അടുത്ത് വിലയുണ്ടെങ്കിലും ഏകദേശം മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്ക് ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് വില നന്നായി തീരെ കുറയും. അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മുൻവർഷങ്ങളിൽ സർക്കാർ തറവില നിശ്ചയിക്കുന്നത് വിപണിയിൽ വില കൂടാൻ കാരണമായിരുന്നു. എന്നാൽ ഇത്തവണ തറവില പ്രഖ്യാപിക്കാത്തത് കച്ചവട ലോബികളെ സഹായിക്കാനാണെന്ന ആരോപണം കർഷകർക്കിടയിൽ ശക്തമാണ്. മുൻകാലങ്ങളിൽ സഹകരണ സംഘങ്ങൾ വഴി സംഭരണം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വേനൽ മഴ തുടങ്ങുന്നതോടെ ഗുണനിലവാരം കുറഞ്ഞെന്ന കാരണത്താൽ വ്യാപാരികൾ വില ഇനിയും കുറയ്ക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. കശുവണ്ടി വികസന കോർപ്പറേഷനും കാപെക്സും അടിയന്തരമായി ഇടപെട്ട് സംഭരണം ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തിരക്ക് പിടിച്ച് പൊതുപ്രവർത്തനത്തിനിടയിൽ വീട്ടിൽ ലഭിക്കുന്ന കുറച്ച് സമയത്തെ ഫലപ്രദമായി വിനിയോഗിച്ച് കഴിഞ്ഞ 10 വർഷമായി കൃഷിയിൽ സജീവമാണ് തൃക്കരിപ്പൂരിലെ CPM നേതാവ് TP ഉഷ.
വീട്ടുവളപ്പിലും സമീപത്തും തൊട്ടടുത്ത വയലിലുമായി പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗ വിളകളും പഴവർഗ്ഗങ്ങളും ഇവരുടെ കൃഷിയിടത്തിലുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായ തൃക്കരിപ്പൂർ തങ്കയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ TP ഉഷ 10 വർഷമായി കൃഷി ചെയ്യുന്നതിൽ മുടക്കം വരുത്തിയിട്ടില്ല. പാവൽ, വെണ്ട, നരമ്പൻ, ചീര, തക്കാളി, പച്ചമുളക്, വഴുതിന, പടവലം, കക്കിരി, മത്തൻ, കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുടെ 10 സെന്റിലുള്ള തോട്ടം വീടിന് മുന്നിലെ പറമ്പിലാണുള്ളത്. മഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുള്ള വയലിൽ മത്തൻ, കുമ്പളം, വെള്ളരി എന്നിവയും കൃഷി ചെയ്തു വരുന്നു. ചെറുപ്പകാലത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം പച്ചക്കറി കൃഷി ചെയ്ത അനുഭവത്തിലാണ് 2016 വീടിന് മുന്നിലുള്ള 10 സെന്റ് സ്ഥലത്ത് കൃഷി ആരംഭിച്ചത്. ഇടത് പ്രസ്ഥാനങ്ങളുടെ പരിപാടികളും CPM ലോക്കൽ പരിപാടികളിലും സജീവ നേതൃത്വം വഹിച്ചു വരുന്നതിനിടയിലാണ് ഉഷ കൃഷിയെയും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായിരിക്കെ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലത്ത് ഹരിത കേരളം പദ്ധതിയിൽ സർക്കാർ ജീവനക്കാർ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യണമെന്ന നിർദ്ദേശത്തിലാണ് വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങിയത്. വലിയ പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറായാണ് 2024 ഉഷ വിരമിച്ചത്. CPM തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി 1.5 വർഷത്തിലധികമാണ് കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കാനും വളമിടാനും വിനിയോഗിക്കുന്നതെന്നും ഓരോ വർഷവും കൃഷി ചെയ്യുന്നതിനായി കൂടുതൽ ഏരിയ ഉപയോഗപ്പെടുത്തുന്നതായും ഉഷ പറഞ്ഞു. ചെറുപ്പം തൊട്ടേ കൃഷി കണ്ടു വളർന്നതാണ്. ഇപ്പം നമ്മൾ മുന്നേ കാലത്തെല്ലാം ചെറുപ്പകാലത്തൊക്കെ ഈ വയലിലാണല്ലോ കൃഷി നടുക. അപ്പം അച്ഛൻ്റെ പെങ്ങന്മാർ അങ്ങനെയൊക്കെ ഈ വയലിലാണ് അവർ കൃഷി വലിയ രീതിയിലാണ് അന്നേരം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് സമയത്തിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. പിന്നെ ഒരു 2016 തൊട്ടിട്ട് ഈ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഞാൻ ആ കൃഷിയിൽ തന്നെ കുറച്ച് സമയം, ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് തിരക്കാണ്. പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സമയം കിട്ടുന്നില്ല. എന്നാലും ഞാൻ രാവിലെ ഒരു 1.5 മണിക്കൂർ കൃഷിയിലേക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കും. വെള്ളമൊഴിക്കലും വെള്ളമിടലും അതെല്ലാം ആയിട്ട് ഒരു 1.5 മണിക്കൂർ. പിന്നെ വൈകുന്നേരം സമയം കിട്ടുവാണെങ്കിൽ അതിലും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. കൃഷി എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പം ആ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതൊരു സന്ദേശം കൂടിയാണ്. സഹകരണ വകുപ്പിൽ സീനിയർ ഓഡിറ്ററായിരുന്ന ഭർത്താവ് KK വിജയൻ കൃഷിയിൽ നല്ല പിന്തുണ നൽകുന്നുണ്ട്. മകൾ ആതിര തിരുവനന്തപുരം കെൽട്രോണിൽ സീനിയർ എഞ്ചിനീയറാണ്. ഈ വർഷത്തെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ M. രജീന നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് K. സജിത്ത്, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്ന COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴിമല സ്നേഹക്കൂടിൽ സ്നേഹവിരുന്നും സഹായഹസ്തവും നൽകി. പയ്യന്നൂർ നോർത്ത് മേഖലയുടെ ധനസഹായം മേഖലാ പ്രസിഡന്റ് രാജൻ KV കൈമാറി. ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കാനിരിക്കുന്ന COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനവുമായി COA പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി. മനസ്സിന്റെ താളം തെറ്റി തെരുവുകളിലും കുടുംബങ്ങളിലും ഒറ്റപ്പെട്ടു പോയവർക്ക് തണലേകുന്ന ഏഴിമലയിലെ സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിലാണ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നൊരുക്കിയത്. അന്തേവാസികൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തത് ചടങ്ങിനെ വൈകാരികവും ഹൃദ്യവുമാക്കി. പയ്യന്നൂർ നോർത്ത് മേഖലയുടെ ധനസഹായം മേഖലാ പ്രസിഡന്റ് രാജൻ KV കൈമാറി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PRO ജാക്സൺ ഏഴിമല തുക ഏറ്റുവാങ്ങി. നമ്മളിതൊരു പരീക്ഷണം കൂടിയാണ്. കാരണം സ്ഥാപനം എന്നുള്ളതിനും അപ്പുറം ഫാമിലി ഓറിയന്റഡ് ആയി ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് ഇത്തരം മനുഷ്യരെ ചേർത്ത് വെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന മാറ്റം മനഃശാസ്ത്ര രംഗത്തെല്ലാം. ഇതിപ്പോ രാജീവന്റെ കേസ് പറയുമ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു രക്ഷയില്ല, നമുക്ക് റെഫർ ചെയ്ത് വിടാന്ന് പറയുന്ന രാജീവനാണ് ഇവിടെ എത്തുമ്പോൾ നമ്മളുടെ ഒരു കുടുംബാന്തരീക്ഷത്തോട് ചേർത്ത് വെക്കുമ്പോൾ രാജീവൻ പെട്ടെന്ന് നമ്മളെക്കാളും മെച്ചപ്പെട്ട സ്നേഹമുള്ളൊരു മനുഷ്യനായി മാറുന്നത്. അത് ചിലപ്പോൾ സൈക്യാട്രിസ്റ്റ് പോലും പഠിച്ചിട്ടുള്ള പാഠങ്ങളിൽ അത് വരുന്നുണ്ടാവില്ല. സ്നേഹക്കൂടിലെ അംഗങ്ങൾക്കൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും അവരോടൊപ്പം സമയം ചിലവഴിച്ചും സന്തോഷം പങ്കിട്ട ശേഷമാണ് COA അംഗങ്ങൾ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വിളംബരവുമായി വടക്കൻ കേരളത്തിൽ ബുധനാഴ്ച ഏർപ്പ് ആഘോഷിച്ചു. ആധുനിക ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന പരിസ്ഥിതി സംരക്ഷണം കാലങ്ങൾക്ക് മുൻപേ ആചാരമായി പാലിച്ചവരാണ് നമ്മുടെ പൂർവികർ എന്നതിന് തെളിവാണ് ഏർപ്പ് ദിനം. ഏർപ്പ് ദിനം ഭൂമിദേവി പുഷ്പിണിയാകുന്ന ദിവസമാണിതെന്നാണ് പഴമക്കാരുടെ വിശ്വാസം.
ഭൂമിദേവിയെ ദൈവതുല്യമായി കണ്ട് ആരാധിക്കുന്ന ദിനമാണ് ഏർപ്പ്. വിളവെടുപ്പ് കഴിഞ്ഞ് ധാന്യങ്ങൾ പത്തായപ്പുരയിൽ എത്തിച്ച ശേഷം വീണ്ടും ഒരു വിത്ത് വിതയ്ക്കും മുൻപ് കർഷകൻ ഭൂമിയെ ഏർപ്പ് ദിനത്തിൽ മധുരം നൽകി ആദരിക്കും. മണ്ണിൽ ആയുധങ്ങൾ ഉപയോഗിക്കാതെ, നിലം ഉഴുതുമറിക്കാതെ, രജസ്വലിയായ ഭൂമിദേവിയെ നോവിക്കാതെയാണ് ഏർപ്പ് ദിനത്തിലെ ആഘോഷങ്ങളെല്ലാം. ചൂലുകൊണ്ട് പഴമക്കാർ മുറ്റം വരെ അടിക്കില്ല. തുവരധാന്യം കൊണ്ടുണ്ടാക്കിയ പായസമാണ് ഏർപ്പ് ദിനത്തിലെ നിവേദ്യം. ഏർപ്പ് ദിനത്തിൽ വേനലിന്റെ വരവറിയിച്ചുകൊണ്ടെത്തുന്ന മകരക്കാറ്റിന് തൂശനിലയിൽ തുവരപ്പായസം നിവേദിക്കും. കാറ്റിനെ വരവേൽക്കാൻ കുട്ടികൾ പട്ടം പറത്തി ആഘോഷിക്കും. ഏർപ്പ് ദിനത്തിൽ നടക്കുന്ന കളിയാട്ടങ്ങൾ ഏർപ്പ് കളിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പയ്യന്നൂർ കുറിഞ്ഞി ക്ഷേത്രം, കടുമേനി വിഷ്ണുമൂർത്തി മുണ്ടേക്കാവ്, കീഴ്മാല എരഞ്ഞിക്കൽ ചാമുണ്ടേശ്വരി മുണ്ടേക്കാവ് എന്നിവിടങ്ങളിൽ ഏർപ്പ് കളിയാട്ടങ്ങളാണ്. ഏർപ്പ് ദിവസം പാടങ്ങളിൽ കണിവെള്ളരി നടാനായി കർഷകർ തിരഞ്ഞെടുക്കാറുണ്ട്. പണ്ട് കാലം മുതലേ ഈ മകരമാസത്തിലെ ഏർപ്പ് ദിവസം ആ ദിവസം ഒരു വെള്ളരി കൃഷി ചെയ്യുന്ന ഒരു പതിവുണ്ട്. കാരണം അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഏർപ്പ് ദിവസം നട്ട് കഴിഞ്ഞാൽ വിഷുവിന് വിളവെടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു ശീലം അത് ഇപ്പോഴൊന്നും ഇപ്പോൾ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു രീതി ഇങ്ങനെ തുടർന്ന് വരുന്നു. ഏർപ്പ് ദിനത്തിൽ നട്ട വെള്ളരി വിഷുവിനാണ് വിളവെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ എൽ പി സ്കൂളിൽ വായിക്കാം വളരാം പുസ്തക ചങ്ങാത്തം പരിപാടിക്ക് ആവേശകരമായ തുടക്കം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ജയലക്ഷ്മി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനയുടെ വസന്തം കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വായിക്കാം വളരാം പുസ്തക ചങ്ങാത്തം പരിപാടിക്ക് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ തുടക്കമായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും സഹകരണത്തോടെയാണ് ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിഹാരയുടെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ജയലക്ഷ്മി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. T അഞ്ജലി ടീച്ചർ S ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു പുസ്തകാവതരണം നടത്തി. നമ്മള് ഒരു ബുക്ക് വായിച്ചാല് ചിലപ്പോഴൊന്നും അതിലെ കഥാപാത്രങ്ങളും ആ ഒരു കഥയും അതിൻ്റെ കുറച്ച് സീനുകളൊന്നും നമ്മളെ മനസ്സ് വിട്ടു പോകില്ല എന്ന് പറയും. ഞാനിപ്പോൾ ഏകദേശം ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ അതിന് ശേഷം ഞാനൊരു ബുക്ക് വായിക്കാൻ, ഈ ബുക്ക് വായിച്ച് തീർത്തതിന് ശേഷം ഞാൻ മറ്റേ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ വായിക്കാൻ എടുത്തപ്പോൾ എനിക്ക് പറ്റുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് MPTA വൈസ് പ്രസിഡന്റ് ശ്രീജ ജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ MV, SRG കൺവീനർ ശ്രീജ MK എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ മുറ്റത്തു നിന്ന് വീടുകളിലേക്ക് വായനയെ പറിച്ചു നടുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. തക്കാളി അടുക്കളയിലെ താരമാണ്. എന്നാൽ അതിനുമപ്പുറം തക്കാളിയിൽ ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. പാവപ്പെട്ടവന്റെ ഓറഞ്ച് എന്നും തക്കാളിക്ക് പേരുണ്ട്. തക്കാളി അടുക്കളയിലെ താരമാണ്. എന്നാൽ അതിനുമപ്പുറം തക്കാളിയിൽ ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. രക്തശുദ്ധീകരണത്തിനും വിശപ്പില്ലായ്മ പരിഹരിക്കുന്നതിനും മുന്നിലാണ് തക്കാളി. പാവപ്പെട്ടവന്റെ ഓറഞ്ച് എന്നും തക്കാളിക്ക് പേരുണ്ട്. പുരുഷന്മാർ ദിവസം 1-2 തക്കാളി കഴിച്ചാൽ ബീജഗുണമേന്മ കൂടുമെന്ന യൂറോപ്യൻ ജേണൽ ഓഫ് ന്യൂട്രീഷൻ എന്ന ജേണലിൽ ഒരു പഠനം വന്നത് അടുത്ത കാലത്താണ്. തക്കാളിയിലടങ്ങിയിരിക്കുന്ന ലാക്ടോ ലൈക്കോപ്പിന് ബീജത്തിന്റെ ആകൃതി മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ചലനവേഗം 40% വർദ്ധിപ്പിക്കാനും കഴിവുണ്ടത്രേ. തക്കാളി കഫത്തെ ഇളക്കിക്കളയും. രാത്രി നല്ല ഉറക്കം കിട്ടാനും മലശോധന ശരിയാകാനും രാത്രി തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. തക്കാളി സൂപ്പ് ഹൃദ്രോഗത്തെ പ്രതിരോധിക്കുമെന്നും പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ UP സ്കൂളിൽ വായനാ പരിപോഷണ പരിപാടിയായ നമ്മുടെ വീട് നമ്മുടെ വായന സംഘടിപ്പിച്ചു. അന്നൂരിലെ ജഗത് മനുവിന്റെ കവിതകളെ മുൻനിർത്തി ബാബു മണ്ടൂർ അവതരണം നടത്തി. അന്നൂർ UP സ്കൂളിന്റെ വായനാ പരിപോഷണ പരിപാടി നമ്മുടെ വീട് നമ്മുടെ വായന സംഘടിപ്പിച്ചു. അന്നൂരിലെ ജഗത് മനുവിന്റെ വീട്ടുമുറ്റത്താണ് കൂട്ടുകാർ ഒത്തുചേർന്നത്. കവിതകളെ മുൻനിർത്തി ബാബു മണ്ടൂർ അവതരണം നടത്തി. ഭൂമിക്ക് പോലും വാക്കിന്റെ അത്രയും കനം ഭൂമിക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും വിലപിടിപ്പോടെ നമ്മള് വാക്കിനെ കാണും. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കുട്ടി കവിത ഞാൻ തുടങ്ങിയാൽ നിങ്ങളെല്ലാവരും പാടാൻ തുടങ്ങും. പറഞ്ഞു തരട്ടെ? കാക്കി കാക്കി കൂടെ വിടെ, അതും അറിയില്ലേ? കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ ഇല്ല, ഇനിയുണ്ട് വരികൾ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആലോചന വിളിച്ച് പാടുന്ന വിചാരിച്ച്. സാരമില്ല, കുഴപ്പമില്ല.
ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ ഈ പാട്ട്, ഈ കുട്ടി കവിത? ആരാ എഴുതിയെന്നറിയോ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നമുക്ക് വായിച്ചാലൊന്നും പിടികിട്ടാത്ത കടുകട്ടി കവിതയൊക്കെ എഴുതിയ ആളാണ് ഇത്രയും ലളിതമായിട്ടുള്ള കവിത എഴുതിയിട്ടുള്ളത്, അല്ലേ? അല്ലേ? അതെ. ഇത് കേട്ടപ്പോ വേറൊരു കവിക്ക് തോന്നിയെന്നറിയാം, അതിന്റെ താളം നല്ല ഇഷ്ടമായി. AK ബിനേഷ് അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ KU മനോജ്, പ്രഥമ അധ്യാപിക PU ബിന്ദു, അശ്വതി പ്രകാശൻ, VM ഉമ, CK സുനിൽ, ധന്യ മനോജ് എന്നിവർ സംസാരിച്ചു. സാരംഗ്, ജനക്, ആരാധ്യലക്ഷ്മി, അർപ്പിത, കാർത്തിക്, ആശിഷ് മനോഹർ, ഫാത്തിമ, അൻഷിക, ജഗത് മനു എന്നിവർ കവിതകളെക്കുറിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെയും ഒയിസ്ക ഇന്റർനാഷണലിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടുകൂടി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യമന വിഷ്ണു നമ്പൂതിരിക്ക് ലഭിച്ച ഒയിസ്ക ജില്ലാ പരിസ്ഥിതി മിത്ര മരണാന്തര പുരസ്കാരം അദ്ദേഹത്തിന്റെ പത്നി ലതാവി അന്തർജനം ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെയും ഒയിസ്ക ഇന്റർനാഷണലിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടുകൂടി പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കേശവൻ വിതിരമന അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക ട്രസ്റ്റി ബോർഡ് മെമ്പർ KK ചന്ദ്രൻ ശില്പശാലയുടെയും കക്കോത്ത് പ്രഭാകരൻ ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഒയിസ്ക സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഖലീൽ ചൊവ്വ, സിജിൻ, ബ്രിജിലേഷ് കൊടിയേരി, റീമ K, ആഷിഫ് എന്നിവർ സംസാരിച്ചു. 2026 ഒയിസ്ക ജില്ലാ പരിസ്ഥിതി മിത്ര പുരസ്കാരം മരണാനന്തര ബഹുമതിക്ക് വെതിരമന വിഷ്ണു നമ്പൂതിരി അർഹനായി. അദ്ദേഹത്തിന്റെ പത്നി ലതാവി അന്തർജനം പുരസ്കാരം ഏറ്റുവാങ്ങി. വെള്ളം പരിശോധന, ഔഷധസസ്യ പോസ്റ്റർ പ്രദർശനം, യോഗ, സർപ്പ ബോധവൽക്കരണ ക്ലാസ്, തൊഴിൽ പരിശീലനം, ക്വിസ് മത്സരം, കലാപരിപാടികൾ എന്നിവ നടന്നു. പരിപാടിയിൽ 200ഓളം പേർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ 44ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.